2024 ഒരു തിരിഞ്ഞുനോട്ടം പ്രത്യേക പരിപാടി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ AR ആനന്ദ്. ആഗോളതലത്തിൽ നിരവധി സംഭവ വികാസങ്ങൾക്കാണ് പോയ വർഷം സാക്ഷ്യം വഹിച്ചത്. ഇസ്രായേലും ഹമാസും ഇറാനും യുദ്ധമുഖത്തെത്തിയതും അതിനിടയിൽ നിർണായകമായ നിരവധി തെരഞ്ഞെടുപ്പുകളാലും തിരക്കിലായിരുന്നു പോയ വർഷം. പശ്ചിമേഷ്യ യുദ്ധകളമായതും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതും ഉൾപ്പെടെ ലോകം ഉറ്റുനോക്കിയ നിരവധി സംഭവ വികാസങ്ങൾ പോയ വർഷം അരങ്ങേറി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പിന്മാറ്റ കരാറും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതും ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കൊടും ചൂടിൽ 1300-ലധികം തീർത്ഥാടകർ മരിച്ചതും ഈ വർഷത്തെ പ്രധാന സംഭവങ്ങളാണ്. ജനുവരി 7 നടന്ന ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് തുടർച്ചയായി 4ാം തവണയും വിജയിച്ചു. എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റിൽ ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റു. ഒരുപക്ഷെ 2025-ലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കാം. ജനുവരി 13 നടന്ന തായ്വാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ ലായ് ചിങ്ഡെ 40% വോട്ടിന് വിജയിച്ചു. 2 വർഷത്തെ രാഷ്ട്രീയ അശാന്തിയെ തുടർന്ന് ഫെബ്രുവരി 8 നടന്ന പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ നിരോധിത രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ തെഹരീകെ ഇൻസാഫിലെ അംഗങ്ങൾ ദേശീയ അസംബ്ലിയിൽ നിരവധി സീറ്റുകൾ നേടി. ഫെബ്രുവരി 11 നടന്ന ഫിന്നിഷ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അലക്സാർ സ്റ്റബ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 14 നടന്ന ഇന്തോനേഷ്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രൊബോവോ സുബിയാന്റോ വിജയിച്ചു. ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് സ്ട്രഗിൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി. മാർച്ച് 15 മുതൽ 17 വരെ നടന്ന റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ വ്ളാഡിമിർ പുടിൻ 5ാം തവണയും വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മെയ് 29 നടന്ന ദക്ഷിണാഫ്രിക്കൻ പൊതു തെരഞ്ഞെടുപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ഭൂരിപക്ഷം നേടുന്നതിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും ഒരു കൂട്ടുകക്ഷി സർക്കാരിനൊപ്പം അധികാരം നിലനിർത്താൻ ANC-ക്ക് കഴിഞ്ഞു. ജൂലൈ 4 നടന്ന ബ്രിട്ടൻ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ വൻ വിജയത്തോടെ അധികാരത്തിലെത്തി. 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടിയുടെ തിരിച്ചുവരവ്. ജൂലൈ 5 നടന്ന ഇറാനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 7 നടന്ന ഫ്രഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ദേശീയ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി. പക്ഷേ ഇടതുപക്ഷത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല. സെപ്റ്റംബർ 21 നടന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ പ്രസിഡന്റായി ഇടതു നേതാവ് അനുരാഗ് കുമാര ദിസനായകെ തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകം ഉറ്റുനോക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട ജനവിധിയാണ് നവംബർ 5 നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു. 1892-ലെ ഗ്രോവൻ ക്ലീവ് ലാൻഡിന് ശേഷം 2ാമതും അമേരിക്കൻ പ്രസിഡന്റായെന്ന നേട്ടം ട്രംപ് സ്വന്തമാക്കി. 65 യുക്രൈൻ യുദ്ധ തടവുകാരെയും 6 ക്രൂ അംഗങ്ങളെയും 3 ഗാർഡുകളെയും വഹിച്ചുകൊണ്ടുള്ള ഒരു റഷ്യൻ ഇല്യൂഷൻ 276 സൈനിക വിമാനം യുക്രൈൻ അതിർത്തിക്കടുത്തുള്ള റഷ്യയിലെ കൊറോചാൻസ്കി ജില്ലയിൽ തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. ഫെബ്രുവരി 29 ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനികർ ഗാസ നഗരത്തിൽ ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയും 100-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം 30,000 കവിഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ഏപ്രിൽ 13 സിറിയയിൽ ഒരു ഇറാനിയൻ എംബസി വളപ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ നിരവധി ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരമായി 300ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തി. ഏപ്രിൽ 19 ഇറാനിയൻ പ്രദേശമായ ഇസ്ഫഹാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. മെയ് 10 ഐക്യരാഷ്ട്ര പൊതുസഭ പാലസ്തീൻ രാജ്യത്തിന് അംഗരാജ്യങ്ങൾക്കിടയിൽ ഇരിക്കാനുള്ള അവകാശം നൽകാനുള്ള പ്രമേയം പാസാക്കി. സെപ്റ്റംബർ 10 നടന്ന UN ജനറൽ അസംബ്ലിയുടെ സെഷനിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. മെയ് 28 സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ജൂലൈ 31 ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാനിലെ വസതിയിൽ വെച്ച് കൊലപ്പെടുത്തി. സെപ്റ്റംബർ മാസം 2ാം വാരത്തിൽ ഹിസ്ബുള്ളയുടെ സംഘം ഉപയോഗിച്ചിരുന്ന പേജറുകളും വോക്കി ടോക്കികളും വൻ സൈബർ ആക്രമണങ്ങളിൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 32 പേർ കൊല്ലപ്പെടുകയും 3200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലാണ് ഇതിനു പിന്നിലെന്നാണ് ആരോപണം. നവംബർ 26 ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. റഷ്യയെ ഉത്തര കൊറിയൻ സൈന്യം പിന്തുണയ്ക്കുന്നതിനാൽ റഷ്യയിൽ അത്യാധുനിക അമേരിക്കൻ ആയുധങ്ങൾ, ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് ഉപയോഗിക്കാൻ യുക്രൈന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകി. നവംബർ 21 റഷ്യ ആദ്യമായി യുക്രൈനിലേക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടു. ജനുവരി 16 ഇറാനിയൻ ബലൂച്ച് തീവ്രവാദി സംഘടനയായ ജെയ്ഷുൽ അദിലിനെ ലക്ഷ്യം വെച്ചതായി അവകാശപ്പെട്ട് ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്കുള്ളിൽ നിരവധി മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഒക്ടോബറിൽ കിഴക്കൻ ലഡാക്കിലെ ദബ്സാങ്, ഡംചോക് എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ പിന്മാറ്റ കരാർ പൂർത്തിയാക്കി. ഇരു സൈന്യവും പട്രോളിംഗ് ആരംഭിച്ചു. ഇറാനിലെ കർമാനിൽ ജനുവരി 3 ഖാസിം സുലൈമാനിയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണ പരിപാടിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ഇരട്ട ബോംബാക്രമണത്തിൽ 94 പേർ കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 2 തെക്കൻ റഷ്യയിലെ റിപ്പബ്ലിക് ഓഫ് ദാഗസ്താനിലെ മഖച്കല, ഡർബൻഡ് നഗരങ്ങളിൽ നടന്ന 2 ആക്രമണങ്ങളിലായി 46 പേർക്ക് പരിക്കേൽക്കുകയും 28 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. മാർച്ച് 22 റഷ്യയിലെ ക്രാസ്നോഗോർസ്കിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭീകരർ കാണികളെ ആക്രമിക്കുകയും 145 പേർ കൊല്ലപ്പെടുകയും 551 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ സംവരണവുമായി ബന്ധപ്പെട്ട കലാപത്തിൽ 75 പേർ കൊല്ലപ്പെട്ടു. ബംഗ്ലാദേശ് സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 5 രാജ്യവ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജി പ്രഖ്യാപിക്കുകയും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു മന്ത്രിയെ തന്റെ മന്ത്രിസഭയിലേക്ക് നിയമവിരുദ്ധമായി നിയമിച്ചതിന് പിന്നാലെ തായ്ലൻഡിലെ ഭരണഘടനാ കോടതി പ്രധാനമന്ത്രി ശ്രേത താവിസിനെ പുറത്താക്കി. തുടർന്ന് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയായി പിറ്റോങ് തെർൺ ഷിനവത്രയെ തെരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 8 ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് ശേഷം രൂപീകരിച്ച ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് സത്യപ്രതിജ്ഞ ചെയ്തു. ജൂലൈ 21 നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 2024 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 26 ജോർജിയൻ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടന്നു. ഭരണകക്ഷിയായ റഷ്യൻ അനുകൂല പാർട്ടിയായ ജോർജിയൻ ഡ്രീം ഭൂരിപക്ഷം നേടി. ഒക്ടോബർ 26 നടന്ന വോട്ടെടുപ്പിൽ റഷ്യൻ അനുകൂല ജോർജിയൻ ഡ്രീം പാർട്ടി വിജയം അവകാശപ്പെട്ടതിനെ തുടർന്ന് ജോർജിയയിൽ വലിയ പ്രതിഷേധമുണ്ടായി. യൂറോപ്യൻ യൂണിയനുമായുള്ള പ്രവേശന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഡിബിലിസിലെ തെരുവുകളിൽ അണിനിരന്നു. നവംബർ 7 ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് FDP നേതാവ് ക്രിസ്റ്റ്യൻ ലിൻഡറെ ധനകാര്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു. ഇത് മറ്റ് 2 FDP മന്ത്രിമാർ രാജിവെക്കുന്നതിനും ഭരണസഖ്യം തകരുന്നതിനും കാരണമായി. ഫെബ്രുവരി 22 അമേരിക്കൻ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസിന്റെ നോവ സീ ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ വാണിജ്യ വാഹനമായി. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ബഹിരാകാശ ഏജൻസി നടത്തിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രാ നടത്തത്തിൽ ജാറഡ് ഐസക്മാൻ പങ്കെടുത്തു. ഒക്ടോബർ 13 ഏറ്റവും ശക്തമായ റോക്കറ്റ് സ്റ്റാർഷിപ്പിൽ നിന്നുള്ള സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ ആദ്യത്തെ വിജയകരമായ തിരിച്ചുവരവും ക്യാപ്ചറും സ്പേസ് എക്സ് കൈവരിച്ചു. ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠനം നടത്താൻ യൂറോപ്പ ക്ലിപ്പർ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. നവംബർ 5 ജാപ്പനീസ് ഗവേഷകർ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ വുഡൻ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ക്യോട്ടോ യൂണിവേഴ്സിറ്റിയും ഹോം ബിൽഡർ സുമിറ്റോമോ ഫോറസ്ട്രിയും ചേർന്ന് വികസിപ്പിച്ചതാണ് ഇത്. ഇന്ത്യൻ വംശജയായ നാസ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ജൂണിൽ 8 ദിവസത്തെ യാത്രയ്ക്കായി ബോയിംഗ് സ്റ്റാർലൈനറിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം മാസങ്ങളോളം ബഹിരാകാശത്ത് കുടുങ്ങി. വില്യംസിനും സഹ ബഹിരാകാശ സഞ്ചാരി ബാരി വിൽമോറിനും ഫെബ്രുവരി 2025 വരെ മടങ്ങിവരാൻ കഴിയില്ലെന്ന് നാസ വ്യക്തമാക്കുന്നു. മാർച്ച് 26 അമേരിക്കയിലെ മേരിലാൻഡിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ ഒരു കണ്ടെയ്നർ കപ്പൽ കൂട്ടിയിടിച്ചു. പാലം തകരുകയും 6 പേർ മരണപ്പെടുകയും ചെയ്തു. ഏപ്രിൽ 16 മിഡിൽ ഈസ്റ്റിലുണ്ടായ കനത്ത മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായി. 32 പേർ മരിച്ചു. ജൂലൈ 14 മുതൽ 19 വരെ സൗദി അറേബ്യയിലെ മക്കയിൽ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കൊടും ചൂടിൽ 1300-ലധികം തീർത്ഥാടകർ മരിച്ചതായി റിപ്പോർട്ട്. 2024 ഒക്ടോബർ 29 സ്പെയിൻ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശമായ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചു. 200-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ വർഷമാണ് കടന്നു പോകുന്നത്. ഏപ്രിലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ഈ വർഷം ഇന്ത്യയിൽ നടന്ന
ഏറ്റവും സുപ്രധാനമായ സംഭവം. ഈ തെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദിയെ 3ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുമായി. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതും 2024-ലാണ്. ഇന്ത്യയിൽ നിലനിന്ന ക്രിമിനൽ നിയമങ്ങളെല്ലാം ഉടച്ചുവാർത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ കൊണ്ടുവന്നത് രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ നാഴികക്കല്ലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായ സംഭവം. അധികാരത്തിലുള്ള മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുകളിലൊന്ന് നടന്നതും ഈ വർഷമാണ്. ഇങ്ങനെ സംഭവ ബഹുലമായ വർഷമാണ് കടന്നുപോകുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ISRO കൈവരിച്ച ചരിത്ര നേട്ടത്തോടെയാണ് ഇന്ത്യ പുതുവർഷത്തെ വരവേറ്റത്. ജനുവരി 1 രാവിലെ 9:10 ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റുമായി PSLV-C-58 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയർന്നു. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എക്സ്പോസാറ്റിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ പോളാരിമീറ്റർ സാറ്റലൈറ്റാണ് ഇന്ത്യയുടെ എക്സ്പോസാറ്റ്. ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൂര്യ പര്യവേക്ഷണ ദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലാഗ്രാഞ്ച് പോയിന്റിലെത്തിയത് ജനുവരി 6-നാണ്. സൂര്യഭൗമ വ്യവസ്ഥയിലെ 5 ലാഗ്രാഞ്ച് പോയിന്റുകളിൽ ആദ്യത്തേതിനു ചുറ്റുമുള്ള ഭ്രമണപഥമായ ഹാലോ ഓർബിറ്റിലാണ് പേടകം പ്രവേശിച്ചത് എന്ന് ISRO സ്ഥിരീകരിച്ചു. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ ബഹിരാകാശ ഏജൻസിയായി ISRO മാറി. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് ജനുവരി 22-നാണ്. ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ 7000-ലധികം ആളുകളാണ് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നത്. ഭൂമി കുംഭകോണ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അന്വേഷണം നേരിട്ടിരുന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെക്കുന്നതും അറസ്റ്റിലാകുന്നതും ജനുവരി 31-നാണ്. തുടർന്ന് ഫെബ്രുവരി 2-ന് ചമ്പൈ സോറൻ ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് ബിൽ പാസാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. ഫെബ്രുവരി 7-നാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത്. മാർച്ച് 13-നാണ് നിയമസഭ പാസാക്കിയ ഏകീകൃത സിവിൽ കോഡ് ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ സംസ്ഥാനത്ത് ഇത് നിയമമായി. ഇനി ചട്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം വിജ്ഞാപനമിറങ്ങുന്നതോടെ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും. 1ാം മോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ടറൽ ബോണ്ട് സ്കീം സുപ്രീംകോടതി അസാധുവാക്കിയത് ഫെബ്രുവരി 15-നാണ്. സ്കീം ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയവും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള വിവരാവകാശ ലംഘനവുമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് കോടതി പദ്ധതി റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ച് അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും ഇലക്ടറൽ ബോണ്ട് ആർട്ടിക്കിൾ 19(1)(a)ക്ക് എതിരാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇലക്ടറൽ ബോണ്ടുകളുടെ വിതരണം നിർത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കോടതി ആവശ്യപ്പെട്ടു. ഇതുവരെ നൽകിയ ബോണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS ഫെബ്രുവരി 17-ന് വൈകിട്ട് 5:35-ന് വിക്ഷേപിച്ചു. GSLV-യുടെ സഹായത്തോടെ ISRO നടത്തുന്ന 16ാമത്തെ വിക്ഷേപണമാണ് ഇത്. കാലാവസ്ഥാ പ്രവചനത്തിൽ കൂടുതൽ കൃത്യത വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ISRO ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത്. രാജ്യസഭയിലേക്ക് 65 അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടന്നു. BJP 32 സീറ്റുകൾ നേടി. ഹിമാചൽ പ്രദേശിലും ഉത്തർപ്രദേശിലും കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി MLA-മാർ കൂറുമാറി വോട്ട് ചെയ്തതോടെ BJPക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 2 സീറ്റ് കൂടുതൽ ലഭിച്ചു. പൌരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് മാർച്ച് 11-നാണ്. വിജ്ഞാപന പ്രകാരം നിശ്ചിത രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ 6 വിഭാഗക്കാർക്ക് പൌരത്വം ലഭിക്കും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31-ന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്കാകും പൌരത്വം നൽകുക. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കെജ്രിവാളിന്റെ വീട്ടിൽ നടന്ന പരിശോധനയ്ക്ക് പിന്നാലെ നാടകീയമായിട്ടായിരുന്നു അറസ്റ്റ് നടന്നത്. ഇന്ത്യ 18ാമത് പൊതു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചത് ഈ വർഷമാണ്. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. ജൂൺ 4-ന് ഫലം പ്രഖ്യാപിച്ചു. 96.8 കോടി വോട്ടർമാരിൽ 312 ദശലക്ഷം സ്ത്രീകൾ ഉൾപ്പെടെ 64.2 കോടി പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഒടുവിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും
തുടരുകയും നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങളാണ് പ്രകടമാക്കിയത്. 2019 കേവലം 52 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇക്കുറി അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 99 എത്തിച്ചു. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതിരുന്നിടത്ത് ഇക്കുറി രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകാനായി എന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി അധികാരത്തിൽ വന്നു. അതുവരെ ഭരിച്ച ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടു. 2019 151 സീറ്റ് നേടിയ YSR കോൺഗ്രസ് പാർട്ടി പക്ഷേ ഇത്തവണ വെറും 11 സീറ്റിലേക്ക് ചുരുങ്ങി. നായിഡുവിന്റെ TDP 135 സീറ്റുകൾ നേടി. 2019 വെറും 23 സീറ്റ് കിട്ടിയെടുത്താണ് ഇക്കുറി അതിന്റെ 6 ഇരട്ടിയോളം സീറ്റുകൾ സമാഹരിച്ചത്. ജൂൺ 12 ചന്ദ്രബാബു നായിഡു ആന്ധ്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒഡീഷയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക്കിന്റെ 24 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് BJP കളം പിടിക്കുന്നതിന് ഈ വർഷം സാക്ഷിയായി. 147 സീറ്റുകളുള്ള നിയമസഭയിൽ 78 സീറ്റുകൾ നേടി BJP കേവല ഭൂരിപക്ഷം നേടി. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ജൂലൈ 1-നാണ്. IPC, CRPC, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് യഥാക്രമം നിലവിൽ വന്നത്. ഇതോടെ 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ഉൾപ്പെടെയുള്ള 3 നിയമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. സെപ്റ്റംബർ 15-നാണ് അരവിന്ദ് കെജ്രിവാൾ അപ്രതീക്ഷിതമായി ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത്. 177 ദിവസത്തെ തിഹാർ ജയിൽ ജീവിതത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങി പാർട്ടി പ്രവർത്തകരെ ആദ്യമായി അഭിസംബോധന ചെയ്യവെയായിരുന്നു നാടകീയ രാജിപ്രഖ്യാപനം. തുടർന്ന് സെപ്റ്റംബർ 17-ന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെത്തി കെജ്രിവാൾ രാജിക്കത്ത് കൈമാറി. കെജ്രിവാളിന്റെ രാജിക്ക് പിന്നാലെ സെപ്റ്റംബർ 23-ന് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഹരിയാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ഒക്ടോബർ 8-നാണ്. ഹരിയാനയിൽ BJP 3-ാം വട്ടവും അധികാരമുറപ്പിച്ചപ്പോൾ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യമാണ് വിജയിച്ചത്. ഹരിയാനയിലെ 90 സീറ്റുകളിൽ 48 സീറ്റുകളും BJP ജയിച്ചു കയറി. കോൺഗ്രസ് 37 സീറ്റുകൾ നേടി രണ്ടാമതെത്തി. തുടർന്ന് നയാബ് സിംഗ് സെയ്നി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ജമ്മുകാശ്മീരിൽ 90 സീറ്റുകളിൽ 48 എണ്ണം ഇന്ത്യ സഖ്യം വിജയിച്ചപ്പോൾ 29 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. നാഷണൽ കോൺഫറൻസ് 42 സീറ്റുകളിലും BJP 29 സീറ്റുകളിലും കോൺഗ്രസ് 6 സീറ്റുകളിലും വിജയിച്ചു. PDPക്ക് 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായത്. തുടർന്ന് നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷൻ ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നവംബറിലാണ് ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ഝാർഖണ്ഡ് നിയമസഭയിൽ ഝാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തി. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ് ബറേലിയിലേക്ക് ചേക്കേറിയപ്പോൾ ഒഴിവ് വന്ന സീറ്റിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറുന്നതിന് 2024 നവംബർ സാക്ഷിയായി. തുടർന്ന് നവംബർ 28-ന് അവർ MP-യായി സത്യപ്രതിജ്ഞ ചെയ്തു. വ്യവസായി രതൻ ടാറ്റ, തബലിസ്റ്റ് സാക്കിർ ഹുസൈൻ, CPM നേതാവ് സീതാറാം യെച്ചൂരി, ഫാഷൻ ഡിസൈനർ രോഹിത് ബാൽ, തമിഴ് സിനിമാ നടൻ ദില്ലി ഗണേഷ്, ക്രിക്കറ്റ് താരം അംശുമാൻ ഗേക്വാദ്, നർത്തകി യാമിനി കൃഷ്ണമൂർത്തി, മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗ്, അഗ്നി മിസൈലിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ രാം നാരായൺ അഗർവാൾ, ഫുട്ബോൾ താരം ഭുവേന്ദർ സിംഗ് റാവത്ത്, നടി സ്മൃതി ബിസ്വാസ്, റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു, സരോദ് വിദ്വാൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ്, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മനോഹർ ജോഷി, ഗസൽ ഗായകൻ പങ്കജ് ഉദാസ്, മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രൊഫസർ GN സായിബാബ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരാണ് ഈ വർഷം മൺമറഞ്ഞുപോയ പ്രധാന വ്യക്തിത്വങ്ങൾ. ഉള്ളുലച്ച ദുരന്തങ്ങൾ, കത്തിക്കയറിയ വിവാദങ്ങൾ, കളം നിറഞ്ഞ രാഷ്ട്രീയ പോരുകൾ, സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ഒടുവിൽ മലയാളത്തിന്റെ സുഹൃതം MT വാസുദേവൻ നായരുടെ മരണത്തോടെ സംഭവബഹുലമായിരുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 2024.
വയനാടിലെ ഉരുൾപൊട്ടൽ ദുരന്തം തന്നെയാണ് പോയ വർഷം കേരളത്തിനുണ്ടായ കനത്ത നഷ്ടം. ജൂലൈ അവസാന ദിവസമുണ്ടായ ദുരന്തത്തിൽ 231 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നടന്നത് കർണാടകയിലെ ഷിരൂരിലാണെങ്കിലും കേരളം ഏറെ ഉറ്റുനോക്കിയ സംഭവമായിരുന്നു മലയാളി ഡ്രൈവറായ അർജുന്റെ തിരോധാനം. അർജുന്റെ മൃതദേഹം കണ്ടെടുക്കുന്നതുവരെ അത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. വിഴിഞ്ഞത്ത് മദർഷിപ്പ് എത്തിയതും കേരളത്തിന്റെ വലിയ വാർത്തയായി. ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ റോഡ് ഷോയിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം സജീവമാകുന്നത്. 2 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തുന്ന BJP അവകാശവാദത്തെ ചൊല്ലി LDF UDF കക്ഷികളുടെ തർക്കം മാസങ്ങളോളം തുടർന്നു. വിദേശ നാണ്യ നിയമലംഘനങ്ങളുടെ അന്വേഷണത്തിൽ TM തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതും മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി. കൊല്ലത്ത് നടന്ന 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്തെത്തി. മുൻ മന്ത്രി TH മുസ്തഫ, സംഗീത സംവിധായകൻ KJ ജോയ് എന്നിവർ വിടവാങ്ങിയതും ജനുവരി മാസത്തിലാണ്. മതനിന്ദ വിവാദത്തിൽ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിമാറ്റിയ കേസിലെ ഒളിവിലുള്ള 1ാം പ്രതിയെ 13 വർഷത്തിനു ശേഷം മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. സുരക്ഷാ വീഴ്ചയിലും SFI വഴിതടയലിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലിറങ്ങി പ്രതിഷേധിച്ചതും ജനുവരിയിൽ. PC ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം സെക്യുലർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിച്ച ദിനത്തോടെയാണ് ജനുവരി വിടവാങ്ങിയത്. ധനവിഭവ വിനിയോഗത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേരള മന്ത്രിസഭ ഒന്നടങ്കം പ്രതിഷേധിച്ച സംഭവത്തോടെയാണ് ഫെബ്രുവരി മാസം തുടങ്ങുന്നത്. തൃപ്പൂണിത്തുറയിൽ അനധികൃത പടക്കശേഖരത്തിലുണ്ടായ സ്ഫോടനത്തിൽ 270 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി 18-നാണ്. വർക്കലയിൽ 2 വയസ്സുള്ള കുട്ടിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും മറ്റൊരു ശ്രദ്ധേയമായ സംഭവമായിരുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിയതാണ് മാർച്ച് ആദ്യ ദിനങ്ങളിലെ വിവാദം. ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ ഒരു പ്രവാസി മലയാളി കൊല്ലപ്പെട്ടതും മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയതൊഴിച്ചാൽ കാര്യമായ സംഭവങ്ങളൊന്നുമില്ലാതെയാണ് മാർച്ചും കടന്നുപോയത്. കടമെടുക്കൽ പരിധിയെ ചൊല്ലിയുള്ള കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുള്ള സുപ്രീം കോടതിയിലെ കേസിലൂടെയാണ് ഏപ്രിൽ മാസം ആരംഭിച്ചത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ ICU ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയെ അനുകൂലിച്ചതിന്റെ പേരിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ സമരം ആരംഭിച്ചത് ദിവസങ്ങളോളം വാർത്തയായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള K ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാനുള്ള M സ്വരാജിന്റെ ഹർജി കേരള ഹൈക്കോടതി തള്ളിയത് ഏപ്രിൽ 11-നാണ്. വയനാട് സുഗന്ധഗിരി മരം മുറിപ്പിൽ 18 വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഉന്നത ശുപാർശ പിന്നീട് സർക്കാരിനെ പിടിച്ചുകുലുക്കുന്നതായി മാറി. തൃശൂർ പൂരം സംബന്ധിച്ച് ഏപ്രിലിൽ തുടങ്ങിയ വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഏപ്രിൽ 26-നായിരുന്നു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും LDF കൺവീനർ EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻദേവ് MLAയും ബസ് ഡ്രൈവറുമായി തലസ്ഥാനത്ത് നടുറോഡിലുണ്ടായ വാക്കുതർക്കവും ഏപ്രിൽ അവസാന വാരത്തെ വിവാദങ്ങളായി. പിണറായി വിജയൻ മന്ത്രിസഭയുടെ മദ്യനയത്തിനെതിരെ കൈക്കൂലി ആരോപണം ഉയർന്നതൊഴിച്ചാൽ വലിയ വിവാദങ്ങളും അത്യാഹിതങ്ങളൊന്നുമില്ലാതെയാണ് മെയ് മാസം കടന്നുപോയത്. കേരള ജനത കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് ജൂൺ 4-ന്. UDF 18 സീറ്റുകളും LDFും BJPയും ഓരോ സീറ്റും നേടി. LDFിന്റെ ദയനീയ പരാജയവും BJP കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ അക്കൗണ്ട് തുറന്നതും സംബന്ധിച്ച തർക്കങ്ങൾ അടുത്ത വർഷവും തുടരുമെന്ന് ഉറപ്പായി. നടന്നത് കുവൈറ്റിലാണെങ്കിലും തീപിടുത്തത്തിൽ മരിച്ച 24 തൊഴിലാളികളും കേരളത്തിൽ നിന്നുള്ളവരായത് ജൂണിന്റെ നൊമ്പരമായി. ആദ്യത്തെ മദർഷിപ്പ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയത് ജൂലൈയുടെ സുപ്രധാന നേട്ടമായി. ജൂലൈ 12-നാണ് ആ ചരിത്ര സംഭവമുണ്ടായത്. തൊട്ടടുത്ത ദിവസമുണ്ടായ ഒരു ദുരന്തം ആ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞു. തിരുവനന്തപുരം തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവവും തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനവും കേരളം ആകാംക്ഷയോടെയാണ് നോക്കിയത്. ജൂലൈ 15-ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന മലയാളി ലോറി ഡ്രൈവറെ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള മണ്ണിടിച്ചിലിൽ കാണാതായത് ജൂലൈ 16-നായിരുന്നു. മലപ്പുറത്ത് നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതും ഇതേ മാസം. ജൂലൈയിലാണ് കേരളത്തെ നടുക്കിയ ദിവസങ്ങളോളം ഉറക്കം കെടുത്തിയ ആ സംഭവം ഉണ്ടായത്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടലിൽ 231 പേർ മരിക്കുകയും 397 പേർക്ക് പരിക്കേൽക്കുകയും
118 പേരെ കാണാതാവുകയും ചെയ്തു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അന്നേ ദിവസം കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് വില്ലേജിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെങ്കിലും 200 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലയാള സിനിമാ മേഖലയെ ഇപ്പോഴും പിടിച്ചുകുലുക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമ പോരാട്ടത്തിന് ശേഷം പുറത്തിറങ്ങിയത് ഓഗസ്റ്റിലെ പ്രധാന സംഭവമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ വെളിച്ചത്തിൽ മലയാളത്തിലെ പ്രമുഖ പുരുഷ സിനിമാ പ്രവർത്തകർക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതികളും നിയമ പോരാട്ടവും ഇപ്പോഴും തുടരുന്നു. വിവാദത്തിന്റെ പേരിൽ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതും രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം വിട്ടതും ഏറെ ചർച്ചയായി. മുസ്ലിം ലീഗ് നേതാവും മുൻ തദ്ദേശഭരണ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചത് ഓഗസ്റ്റ് 11-നാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് 2014 കേസ് വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതാണ് ഓഗസ്റ്റിനെ സജീവമാക്കിയത്. കോടതി ഉത്തരവ് ലംഘിച്ച കേസിൽ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടതും ശ്രദ്ധേയമായി. ADGP MR അജിത് കുമാറിനും മുൻ മലപ്പുറം SP-ക്കും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിനുമെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തെ തുടർന്നുള്ള വിവാദങ്ങൾ സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചതിനെ തുടർന്ന് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതും സെപ്റ്റംബറിലാണ്. കവിയൂർ പൊന്നമ്മയുടെയും CPM നേതാവും മുൻ MP-യുമായ MM ലോറൻസിന്റെയും നിര്യാണം ഈ മാസത്തിന്റെ നഷ്ടമായി. മുനമ്പത്തെ വഖഫ് ബോർഡിന്റെ നീക്കത്തിനെതിരെ ക്രൈസ്തവ സഭയുടെ പ്രതിഷേധം തുടങ്ങിയത് ഒക്ടോബറിലാണെങ്കിലും തർക്കം ഡിസംബറിലും അവസാനിച്ചിട്ടില്ല. കണ്ണൂർ ADM നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബർ 15-ന്. സംഭവത്തിൽ കുറ്റാരോപിതയായ CPIM നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി നിലപാട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചു. കോൺഗ്രസ് നേതാവ് ഡോക്ടർ P. സരിൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി വിട്ട് ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്നതും ശ്രദ്ധേയമായി. സംയോജിത ഡിജിറ്റൽ ലാൻഡ് രജിസ്ട്രേഷൻ സംവിധാനമുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയും മഞ്ചേശ്വരം താലൂക്കിലെ ഉജാർ ഉളിവർ ഡിജിറ്റൽ ഭൂസർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ വില്ലേജായി മാറുകയും ചെയ്തത് ഒക്ടോബർ 22-ന്. നീലേശ്വരത്ത് ഒരു ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെയുണ്ടായ തീപിടുത്തത്തിൽ 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 4 പേർ മരിക്കുകയും ചെയ്ത സംഭവത്തോടെയാണ് ഒക്ടോബർ വിട പറഞ്ഞത്. ഷൊർണൂരിനടുത്ത് ഭാരതപ്പുഴ റെയിൽവേ പാലത്തിൽ പണിയെടുക്കുന്നതിനിടെ 4 ശുചീകരണ തൊഴിലാളികൾ ട്രെയിനടിച്ചു മരിച്ച വാർത്തയോടെയാണ് നവംബർ ഉണരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ കേരള പോലീസ് നടത്തിയ തെരച്ചിലിന്റെ അലയൊലികൾ ഇപ്പോഴുമുണ്ട്. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതും നവംബറിൽ. ഭാരതീയ ജനതാ പാർട്ടി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതും ചേവായൂർ സഹകരണ ബാങ്കിന്റെ ഭരണം CPM പിടിച്ചെടുത്തതും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട പാർട്ടികൾ സീറ്റുകൾ നിലനിർത്തിയതും വയനാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്തിയതും നവംബർ 23-ന്. ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച ലോകമത പാർലമെന്റോടെയാണ് ഡിസംബർ തുടങ്ങിയത്. ഡിസംബർ 1-ന് നടത്തിയ പരിപാടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായി. 180 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ആലപ്പുഴ കളർകോട് ദേശീയപാതയിൽ കാറും ബസും കൂട്ടിയിടിച്ച് 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചത് ഡിസംബർ 2-ന്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പരീക്ഷണ പ്രവർത്തനം പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമായതും ഇതേ ദിവസം. നവംബറിൽ ആരംഭിച്ച CPM സമ്മേളനങ്ങളിലെ വിവാദം ഡിസംബറിലും തുടർന്നു. തലസ്ഥാനത്ത് പ്രമുഖ CPM നേതാവ് മധു മുല്ലശ്ശേരി BJPയിൽ ചേർന്നത് ഏറെ ചർച്ചയായി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച R. പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തത് ഡിസംബർ 2-ന്. ഡിസംബർ 2-ന് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിന് ആയമാരിൽ നിന്ന് ക്രൂരപീഡനം അനുഭവിക്കേണ്ടി വന്ന വാർത്തയും ഡിസംബറിന്റെ നൊമ്പരമായി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് TCOM ഒഴിയുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകളും വൈദ്യുതി നിരക്ക് വർധനയും വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടും ദുരന്ത പ്രതികരണ നിധി വിനിയോഗം സംബന്ധിച്ചും ഹൈക്കോടതി സർക്കാരിനെ താക്കീത് ചെയ്തത് ഡിസംബറിനെ സജീവമാക്കി. സീറോ മലബാർ സഭയുടെ മാർ ജോർജ് കൂവക്കാടിനെ കർദിനാളായി മാർപ്പാപ്പ വാഴിച്ചതും കേരളത്തിന് അഭിമാന നിമിഷമായി മാറി. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കരുതലും കൈത്താങ്ങും അദാലത്തിനും തുടക്കമായി. സിമന്റ് ലോറിക്കടിയിൽപ്പെട്ട് 4 പെൺകുട്ടികൾ മരിച്ചത് ഡിസംബറിലെ 2ാം നൊമ്പരമായി. ഒടുവിൽ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ വിടവാങ്ങിയത് കേരളത്തിന് തീരാ നഷ്ടമായി. 2024 ഒരു തിരിഞ്ഞുനോട്ടം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ AR ആനന്ദ്. അവതരിപ്പിച്ചത് NJ ജോഷിലാൽ,
അശ്വതി ബാലചന്ദ്രൻ.